എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിച്ചിറങ്ങിപ്പോയ കുട്ടികൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒത്തുചേരുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നാടെങ്ങുമുണ്ട്. അപ്പോൾ അത് വളരെ നല്ലതാണ്. കാരണം പല വിധത്തിൽ ചാരിറ്റികളും അതുപോലെ സ്കൂളിനും കോളേജിനുമൊക്കെ ഈ പ്രശസ്തമായിട്ടുള്ള നിലയിൽ പോയിരിക്കുന്ന ഉന്നത ശമ്പളവും വരുമാനവും ഒക്കെയുള്ള ജോലിയുള്ള വിദ്യാർത്ഥികൾ അവരുടെ മാതൃവിദ്യാലയത്തിന് അല്ലെങ്കിൽ ആ കോളേജിന് ഒക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നു. അതുപോലെ സഹപാഠികളിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒക്കെ സഹായിക്കുന്നു. അങ്ങനെ അതുപോലെ വീട് വെച്ച് കൊടുക്കുന്നു. ഇങ്ങനെ പലതരം നല്ല കാര്യങ്ങൾ ഈ അലുമിനസ് ആ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ചില കാര്യങ്ങളിൽ ജാഗ്രതയും ശ്രദ്ധയും വേണം. എന്നാൽ ചിലയിടങ്ങളിലെങ്കിലും ഈ ലക്ഷ്യത്തിൽ നിന്ന് മാറി പല രീതിയിലും കുഴപ്പങ്ങളിലേക്ക് ചാടുന്ന പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില ഗ്രൂപ്പുകളൊക്കെ സ്കൂളുകളിലും കോളേജുകളിലും നിന്ന് മാറി അവർ തന്നെ ഈ പലതരം സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വഴി ഒരുമിച്ച് റിസോർട്ടുകളിലും അതുപോലെ മദ്യം കഴിക്കുന്ന ശീലവും അതുപോലെ പലതരം ദുശീലങ്ങളും ഒക്കെ ചെയ്തു കൂട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഈ കേരളത്തിലുണ്ട്. എല്ലാവരും ആണെന്നല്ല, വളരെ ചുരുക്കമായിട്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ചില സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള രാത്രിയിലുള്ള ഡാൻസും മറ്റുമൊക്കെ കാണണം. അപ്പോൾ നമുക്കറിയാം, ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പലതരം തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ടൊക്കെ ഈ പഠിച്ചിട്ട് പോയവർക്ക് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യത ഇല്ലായിരുന്നു. ഇല്ലൻറ്റും അതുപോലെ പോസ്റ്റ് കാർഡും ഒക്കെ വേണമായിരുന്നു ഒന്ന് എഴുതണമെങ്കിൽ. അല്ലെങ്കിൽ അകലെയാണെങ്കിൽ ഒന്ന് പോയി വരാനും ഒക്കെയുള്ള അസൗകര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ മൊബൈൽ ഫോണും അങ്ങനെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ അന്ന് പല കാര്യങ്ങൾക്കും തടസ്സമായിരുന്നു. പല സൗഹൃദങ്ങളും മുറിഞ്ഞു പോയതിൻ്റെ പിന്നിൽ ഈ സൗകര്യങ്ങളില്ലായ്മ എന്നുള്ള പ്രശ്നമായിരുന്നു. പക്ഷേ അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പല സൗഹൃദങ്ങളും ഒക്കെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഈ അലുമിനസ് അവർ അങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പുതിയത് പെടുന്നുണ്ട്. അങ്ങനെ പല റിപ്പോർട്ടുകളും പല കുടുംബ ബന്ധങ്ങളിലും വിള്ളൽ വീണിട്ട് പലതരം കേസും അങ്ങനെയുള്ള വേറെ കാര്യങ്ങളുമൊക്കെ പത്രങ്ങളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല, ഈ ചാരിറ്റി എന്ന പേരിലുള്ള ഈ കാര്യങ്ങളിൽ ഒരു 2 വീട് പണിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വീടിൻ്റെ മാത്രം പണി പൂർത്തിയാക്കി ബാക്കിയുള്ളത് മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന രീതിയും, അങ്ങനെ ഒരു ചാരിറ്റിയിലും പലതരം ചൂഷണങ്ങളുണ്ട്. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന് പോകുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തെയും വ്യക്തിജീവിതത്തെയും ഒക്കെ പലതരത്തിൽ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സാധാരണ ഫോൺ കോളിലും ഒക്കെ നിർത്താവുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ സമ്മേളനങ്ങളുടെ ആവശ്യം തന്നെ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഓർക്കണം, നിങ്ങൾ ഈ കാര്യത്തിൽ ജാഗ്രത എടുക്കണം. പ്രശ്നങ്ങളിലേക്ക് പോയി കുടുംബബന്ധങ്ങൾ തകരാനും അങ്ങനെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും ഒന്നും നോക്കരുത്. അപ്പോൾ നിങ്ങൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുക.